അവിടുത്തോടുള്ള വിശ്വാസം വർദ്ധിക്കുന്നത്. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് നമ്മിലും വിജയിച്ചവരാണ്. ആ വിജയത്തിന് പിന്നെ അന്ത്യമില്ല. ആ വിഭാഗം ആളുകൾ പരിശുദ്ധമായ ഖുർആൻ എണ്ണി പറഞ്ഞത് വല്ലദീന ആമനു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിച്ചവർ, വഅസ്സറൂഹു, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുകയും നബി തങ്ങളെ സ്നേഹിക്കുകയും ചെയ്തവർ, വനസറൂഹു, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് ജീവിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചവരും ആ നബി തങ്ങൾ കൊണ്ടുവന്ന ദീനിൽ വെള്ളം ചേർക്കുന്നവർക്കെതിരെ നബി തങ്ങളെ സഹായിച്ചവരും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ അവതരിപ്പിക്കപ്പെട്ട ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ അനുഗമിച്ചവരുമാണ്. ഈ 4 വിശേഷണങ്ങൾ ആ വിജയികൾക്ക് ഉണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പൂർണ്ണമായി വിശ്വസിക്കുക. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ, നബി തങ്ങളെ സഹായിക്കുന്നവർ, നബി തങ്ങൾ കൊണ്ടുവന്ന ആശയത്തിൽ വെള്ളം ചേർക്കാതെ ആ പരിശുദ്ധമായ ഖുർആനിനെ ഫോളോ ചെയ്യുന്നവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ വിജയിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗമനത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ എത്രയോ മുമ്പ് തന്നെ പ്രതിപാദിച്ചപ്പോൾ അമ്പിയാക്കളിൽ നിന്ന് ഒരു ഉടമ്പടി സ്വീകരിക്കുന്നുണ്ട് പരിശുദ്ധമായ അല്ലാഹു തആല. ഇത് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ നിന്ന്, നബിമാരിൽ നിന്ന് അല്ലാഹു തആല ഉടമ്പടി സ്വീകരിച്ച ആ സന്ദർഭത്തെ ഓർക്കു നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. അല്ലാഹു തആല പറയുകയാണ്, പ്രവാചകന്മാരായ നിങ്ങൾക്ക് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെടുകയും വിജ്ഞാനം നൽകപ്പെടുമ്പോഴും ആ വിജ്ഞാനവും ആ വേദഗ്രന്ഥവും ശരിവെക്കുന്ന ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ ലതുഅ്മിനുന്ന ബിഹി, അതാണ് ആ അമ്പിയാക്കളോട് അല്ലാഹു തആല പിടിച്ച വാഗ്ദത്വം. ആദം നബി അലൈഹിസ്സലാം അടക്കം ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാരോടും അല്ലാഹു തആല ഉടമ്പടി ചെയ്തു, സത്യം ചെയ്തുകൊണ്ട് ലതുഅ്മിനുന്ന ബിഹി, ആ പ്രവാചകനെ വിശ്വസിച്ചു കൊള്ളണം നിങ്ങൾ. നബിതങ്ങൾ ഏത് കാലഘട്ടത്തിലാണോ വരുന്നത്, ആ വരുന്ന സന്ദർഭത്തിൽ അന്ന് ആ പ്രവാചകനും അവരുടെ ഉമ്മത്തീങ്ങളും ആ നബിയെ വിശ്വസിക്കുകയും ആ നബിയുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ലതൻസുറുന്നഹു, ആ നബിയെ സഹായിക്കുകയും വേണം എന്ന് അല്ലാഹു തആല ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ, റസൂലുള്ളാഹിന്റെ ആഗമനത്തിൻ്റെ മുമ്പാണ്. അങ്ങനെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം വളരെ വലുതാണ്. പരിശുദ്ധമായ ഖുർആനിലെ ഓരോ സൂറത്തുകൾ പരിശോധിക്കുമ്പോൾ നബി തങ്ങളുടെ ജീവചരിത്രമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. പരിശുദ്ധമായ ഖുർആൻ ഒന്നെങ്കിൽ മക്കിയാണ്, അല്ലെങ്കിൽ ഓരോ സൂറത്തുകൾ മദനിയാണ്. മക്കി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നബിതങ്ങൾ ഹിജ്റ പോകുന്നതിൻ്റെ മുമ്പ് നബിതങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളാണ്. അതുകൊണ്ട് തന്നെ നബിയുടെ ഹിജ്റയുടെ മുമ്പുള്ള ആ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ആയത്തുകളും സൂറത്തുകളും. നബിതങ്ങൾ ഹിജ്റ പോയതിന് ശേഷമുള്ള സൂറത്തുകൾ അത് മദനി എന്ന പേരിലാണ് അറിയപ്പെടുക. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിതത്തെ പ്രതിപാദിച്ചുകൊണ്ട്, ആ ജീവിതത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ പോകുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വവും ബഹുമാനവും വിവരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ. വല്ളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർളാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആഹിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മസ് സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഈ ഒരൊറ്റ സൂറത്ത് വളരെ ലളിതമായിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ പറയുന്നതാണ്. വളരെ ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ സൂറത്ത് അവതരിക്കപ്പെടുന്നത് പല അഭിപ്രായങ്ങളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ രാത്രിയിലുള്ള നിസ്കാരം ഒരു വേളയിൽ നബി തങ്ങൾ ഉപേക്ഷിച്ചു. ആ സമയത്ത് അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ അബൂ സുഫിയാനിന്റെ സഹോദരിയാണ്. അവൾ തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമാലത്തുൽ ഹതബ് എന്ന് പറയപ്പെട്ട ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി റസൂലുള്ളാഹി തങ്ങളെ താഴ്ത്തി സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് സംസാരിച്ച, അല്ലെങ്കിൽ പക്ഷത്ത് നിന്നുകൊണ്ട് പറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ ളുഹ. ഒരഭിപ്രായം. മറ്റൊരഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വഹി വൈകിപ്പോയ ഒരു സന്ദർഭമുണ്ട്. വഹി തുടർച്ചയായി വഹി അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജിബ്രീൽ അലൈഹിസ്സലാം ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർശിക്കാതെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുടങ്ങിപ്പോയ ആ പിരീഡ്, അപ്പോൾ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ ദിവ്യ സന്ദേശങ്ങളൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ കൈവെടിഞ്ഞിട്ടുണ്ട് എന്ന് മുശ്രിക്കീങ്ങൾ സംസാരിച്ചപ്പോൾ അല്ലാഹു തആല ഇറക്കിയ സൂറത്താണ് സൂറത്തുൽ ളുഹ.
ആ സൂറത്തുൽ ളുഹ അതിൽ 6 മാർഗത്തിലൂടെ 6 വഴി അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങൾ വിവരിക്കുകയാണ്. 6 വുജൂഹിലൂടെ, മാർഗങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്വത്തെ വിവരിക്കുകയാണ്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അല്ലാഹു തആല ചില പ്രതിഭാസങ്ങളും ചില സന്ദർഭങ്ങളെയും വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അല്ലാഹു തആല ആ സന്ദർഭങ്ങളെയും ആ സമയങ്ങളെയും അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം സത്യം ചെയ്തു പറയുമ്പോൾ ആ കാര്യത്തിന് വലിയ മഹത്വവും സ്ഥാനവും അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവത്തെ വിളിച്ചു. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രത്യേകമായ സ്ഥാനത്തെ വിവരിക്കുകയാണ്. അത് ഓരോന്ന് ഒരായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വല്ലുഹ വല്ലൈലി ഇദാ സജ, ഇതാണ് ഖസമ്, ഇതാണ് അല്ലാഹു തആല സത്യം ചെയ്യുന്നത്. വല്ലുഹ, പൂർവഹനം, സൂര്യൻ ഉദിച്ചുയരുന്ന ആ സമയം പൂർവഹനം എന്നാണ് ഈ സമയത്തെ കുറിച്ച് പറയാം. ദുഹാ സമയം. ഈ പൂർവഹന സമയം തന്നെയാണ് സത്യം. അതിൻ്റെ ഉടമയായ അള്ളാഹു തന്നെയാണ് സത്യം. പിന്നെ അള്ളാഹു പറയുന്നത് വല്ലൈലി, രാത്രി തന്നെയാണ് സത്യം. ഇദാ സജ, അത് പ്രശാന്തമാകുമ്പോൾ, അത് ശാന്തമാകുമ്പോൾ, പ്രശാന്തമാകുന്ന എല്ലാം നിശ്ചലമാകുന്ന ഒരു സമയമാണ് രാത്രി. ആ രാത്രിയെയും അള്ളാഹു കൊണ്ടുവരിക. ഈ സമയത്ത് ദുഹാ സമയത്ത് പ്രത്യേകം 2 റക്അത്ത് നിസ്കാരം പ്രത്യേകം സുന്നത്തുണ്ട്. ദുഹാ സമയം ഇഷ്റാഖിന്റെ സമയം, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ പ്രതിഭാസത്തെ കുറിച്ച്, സൂര്യൻ ഉയർന്നു വരുന്ന ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരത്തെ കുറിച്ച് ഇഷ്റാഖിന്റെ നിസ്കാരം എന്നും പറയും. അത് കഴിഞ്ഞ് ഒരു കുന്തം, അതിൻ്റെ കതിറ് ഉയർന്നു കഴിഞ്ഞാൽ ആ സമയം ദുഹ. അങ്ങനെ ആ സമയത്ത് പ്രത്യേകം നിസ്കാരവും സുന്നത്തുണ്ട്. ഈ 2 സമയത്തെ അപ്പൊ പകലും രാത്രിയും വെച്ചുകൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്യുകയാണ്. രണ്ടാമത്തേത് വല്ലുഹാ വല്ലൈലി ഇദാ സജ. രണ്ടാമത്തേത് റസൂലുള്ളാഹിന്റെ മഹത്വവും റസൂലുള്ളാഹിന്റെ സ്ഥാനവും അള്ളാഹുവിൻ്റെ സമീപത്തുള്ള സ്ഥാനവും ബഹുമാനവും വിവരിക്കുകയാണ്. മാ വദ്ദഅക റബ്ബുക വമാ ഖല, മാ വദ്ദഅക റബ്ബുക വമാ ഖല എന്നത് മാ തറക്കക വമാ അദ്അലക. ഓ നബിയെ, അല്ലാഹു തആല അങ്ങയെ ഒഴിവാക്കിയിട്ടില്ല. വമാ അദ്അലക, അങ്ങയെ അല്ലാഹു തആല ദേഷ്യം വെച്ചിട്ടുമില്ല. ഈ 2 സമയത്തെ സത്യം ചെയ്തുകൊണ്ട് ദുഹാ സമയം തന്നെയാണ് സത്യം. രാത്രി അത് പ്രശാന്തമാകുമ്പോൾ ആ സമയം തന്നെയാണ് സത്യം. മാ വദ്ദഅക നബിയെ, അങ്ങയെ അല്ലാഹു തആല കൈവെടിഞ്ഞിട്ടില്ല. വമാ ഖല, അങ്ങയെ അല്ലാഹു തആല ദേഷ്യം വെച്ചിട്ടുമില്ല. അങ്ങനൊരർത്ഥം. മറ്റൊരർത്ഥമുണ്ട്, മാ അഹ്ലക ബഅദ അൻ ഇസ്തഫാക, അങ്ങയെ അല്ലാഹു തെരഞ്ഞെടുത്തതിന് ശേഷം അങ്ങയെ അല്ലാഹു തആല അങ്ങേക്ക് നുബുവത്ത് നൽകി
അങ്ങയെ തെരഞ്ഞെടുത്തതിന് ശേഷം അങ്ങയെ അല്ലാഹു തആല നശിപ്പിച്ചിട്ടില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾക്ക് നുബുവത്ത് നൽകിയിട്ട് വഹി പിന്തിയ സമയത്ത് മുശ്രിക്കീങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഉമ്മു ജമീൽ സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല കൈവടിഞ്ഞിട്ടില്ല, നബിയോട് കൂടെയുണ്ട്. റസൂലുള്ളാഹിക്ക് ഒരു സമാധാനക്കേട് വന്നപ്പോൾ പറഞ്ഞതാ, അങ്ങനെയില്ല നബിയെ, റസൂലുള്ളാഹിന്റെ കൂടെ നിന്ന് സംസാരിച്ചു. മൂന്നാമത്തെ കാര്യം, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. അല്ലാഹുവിന്റെ അടുക്കൽ നബിയെ അങ്ങയുടെ ആ മടക്ക സമയം, ഈ ലോകത്ത് നിന്ന് വഫാത്തായി അങ്ങയുടെ ഒരു മടക്ക സ്ഥലമുണ്ട്. അള്ളാഹുവിന്റെ സമീപത്ത് ആ മടക്ക സ്ഥലം ദുനിയാവിൽ വലിയ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അതിനേക്കാൾ ഏറ്റവും അഅ്ലമാണ്, ഏറ്റവും മണ്ണമായതാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഓരോ നിമിഷങ്ങളും മുമ്പുള്ള നിമിഷത്തേക്കാൾ ഓരോ നിമിഷവും പിന്നീടുള്ള നിമിഷങ്ങൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഅ്ലമാണ്. അതിങ്ങനെ ഏറ്റവും ഉത്തമമായ സമയങ്ങളാണ്. അതാണ് പറഞ്ഞത്. രണ്ടാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂന്നാമത്തെ ഒരു പ്രത്യേകതയാണ് അത്. നമുക്ക് ചിലപ്പോ നമ്മുടെയൊക്കെ അവസ്ഥ ആദ്യമായിരിക്കും വളരെ ഉഷാറ്, പിന്നെ വളരെ മോശമായിരിക്കും. ആദ്യം നല്ല സമ്പന്നനായിരിക്കും, പിന്നെ അവൻ ചിലപ്പോ അല്പകാലം അങ്ങ് ജീവിച്ചാൽ പിന്നെ അവന് വളരെ ദരിദ്രനായിരിക്കും, അല്ലെങ്കിൽ വളരെ പാപ്പരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും നബി തങ്ങൾക്ക് ദുനിയാവിലുള്ള എല്ലാ ബഹുമതികളും അള്ളാഹു കൊടുത്തതാണ്. അതിനേക്കാളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആഴമായത് നബിയെ അങ്ങയുടെ ആ മടക്ക സമയമാണ്. അങ്ങനെ ഒരു വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. മറ്റൊരു അർത്ഥം, നബിയെ അങ്ങൾക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച, സൂക്ഷിച്ചു വെച്ച കാര്യങ്ങളുണ്ട്. അത് പിന്നീട് സംഭവിക്കാനിരിക്കുന്നതാ. അങ്ങയുടെ ഉമ്മത്തീങ്ങൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം. അതുപോലെ തന്നെ ഏറ്റവും പ്രശംസനീയമായ ഒരു സ്ഥാനം, ആ സ്ഥാനത്ത് നബിയെ അങ്ങ് വിരാജിക്കാൻ പോവുകയാണ്. മഖാമുൽ മഹ്മൂദ്, അത് പ്രത്യേകമായ ഒരു സ്ഥാനമാണ്, ആർക്കും കിട്ടാത്തൊരു സ്ഥാനം. പ്രവാചകന്മാരിൽ റസൂലുള്ളാഹിനെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് റസൂലുള്ളാഹിനെ മാത്രം എത്തിക്കുന്ന ഒരു സ്ഥലം മഖാമുൽ മഹ്മൂദ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചതാണ്. അത് ഖൈറുൽ ലക, നബിയെ അങ്ങേക്ക് ഉത്തമമാണ്. മിമ്മാ അഅതൈതുക ഫിദ് ദുനിയ, ദുനിയാവിൽ അങ്ങേക്ക് നൽകിയതിനേക്കാളും ഉത്തമമാണ്. ദുനിയാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാം അല്ലാഹു തആല നൽകി റഹ്മത്തൻ ലിൽ ആലമീൻ. റസൂലുള്ളാഹി ലോകത്തിന്റെ അനുഗ്രഹമാണ്. എല്ലാവർക്കും റസൂലുള്ളാഹി അനുഗ്രഹമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എല്ലാ പവറും അല്ലാഹു തആല ദുനിയാവിൽ നൽകി. അതിനേക്കാൾ ഉത്തമമാണ് നബിയെ അങ്ങേക്ക് അല്ലാഹു തആല ഒരുക്കി വെച്ച, സൂക്ഷിച്ചു വെച്ച ആ ശഫാഅത്തും മഖാമുൽ മഹ്മൂദും. അതവലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. ഈ ക്ലാസ്സോട് കൂടി ആ സൂറത്ത് പഠിക്കണം. ദുഹാ സമയം തന്നെയാണ് സത്യം. രാത്രി അത് പ്രശാന്തമാകുമ്പോൾ
അത് ശാന്തമാകുമ്പോഴുള്ള ആ രാത്രി തന്നെയാണ് സത്യം. നബിയെ അങ്ങയെ അല്ലാഹു തആല ഉപേക്ഷിച്ചിട്ടില്ല, അങ്ങയെ അല്ലാഹു തആല ദേഷ്യം വെച്ചിട്ടില്ല. വലൽ ആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ, ആഖിറം അവസാനം നബിയെ അങ്ങേക്ക് ആദ്യത്തേക്കാൾ ദുനിയാവിനേക്കാൾ ഖൈറാണ്. ദുനിയാവിലുള്ള ബഹുമാനവും ബഹുമതികളും അതിനേക്കാൾ അല്ലാഹു തആല ഒരുക്കി വെച്ച ശഫാഅത്തും ആ മഖാമുൻ മഹ്മൂദും അങ്ങേക്ക് ഉത്തമമാണ് നബിയെ എന്ന്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസ്ഥാനത്തെ കുറിച്ച് പറയാണ്. പിന്നെ പറയുന്നത് വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ഈ ആയത്തിനെ കുറിച്ച് മഹാന്മാർ പറയാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്നുള്ള ആയത്തിനെ കുറിച്ച് വഹാദിഹി ആയത്തുൻ, ഇതൊരു ആയത്താണ്. ജാമിഅത്തുൽ ലിവുജൂഹിൽ ഖറാമ, എല്ലാ ബഹുമാനത്തിന്റെ മേഖലകളെയും ഒരുമിച്ച് കൂട്ടിയ ഒരു ആയത്താണ്. വഹാദിഹി ആയത്തുൻ ജാമിഅത്തുൽ ലിവുജൂഹിൽ ഖറാമ. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും വാപ്പയും നരകത്തിലാണ് എന്ന് പറഞ്ഞ ആ ആശയത്തെ മുഴുവൻ എതിർക്കുന്ന ഒരു ആയത്തും കൂടെയാണ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, അതിനെ വരെ ഗണ്ണിക്കുന്ന ഒരായത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയും വാപ്പയും റസൂലുള്ളാഹിന്റെ കാലത്തില്ലല്ലോ. റസൂലായി വരുന്ന സമയത്ത് അതിന് മുമ്പ് തന്നെ അവർ വഫാത്തായിട്ടുണ്ട്. അപ്പൊ ചില സംഭവങ്ങളുമായി സൂചിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മയും വാപ്പയും അവര് റസൂലുള്ളാഹിന്റെ കൂടെയില്ല, അവര് നരകത്തിലാണ് എന്ന് ചില ആളുകൾ എഴുതുകയും അവര് ചില ഉദ്ധരണികൾ വെച്ച് പറയുകയും ചെയ്തപ്പോൾ ആലിമീങ്ങൾ, മഹത്തുക്കൾ, പണ്ഡിതന്മാർ അതിനെ ഗണ്ണിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടുത്തുന്ന കാര്യം വരെ ഇഷ്ടപ്പെടുന്നത് എത്രയാണ് അത്രയും അല്ലാഹു തആല കൊടുക്കും. അപ്പൊ ഈ ആയത്തിനെ കുറിച്ച് പറയുക, ആദിഹി ആയത്തുൻ ജാമിഅത്തുൽ ലിവുജൂഹിൽ ഖറാമ വഅൻവാഇസ് സഅാദ വശതാത്തിൽ ഇൻആം ഫി الدارين والزياده. വഅൻവാഇസ് സഅാദ, വിജയത്തിന്റെ എല്ലാ നൗഇകളെയും വിജയത്തിന്റെ എല്ലാ ഇനങ്ങളെയും ഈ ആയത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വശതാത്തിൽ ഇൻആം ഫി الدارين, ഇരു വീട്ടിലും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുന്ന വ്യത്യസ്തമായ അനുഗ്രഹങ്ങളെ അല്ലാഹു തആല ചൊരിയുന്നതിനെ കുറിച്ച്, അതിൻ്റെ അധികമായ അതിൻ്റെ ആധിക്യത്തെ കുറിച്ചെല്ലാം ഈ ആയത്ത് ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ, നിശ്ചയം അല്ലാഹു തആല നബിയെ അങ്ങയ്ക്ക് നൽകും. വലസൗഫ യുഅതീക റബ്ബുക, അങ്ങയുടെ ഉടമയായ അല്ലാഹു തആല അങ്ങയ്ക്ക് നൽകും. ഫതർലാ, എന്നിട്ട് നബിയെ, അതുകൊണ്ട് നബിയെ അങ്ങ് തൃപ്തിപ്പെടുകയും ചെയ്യും. നബി തൃപ്തിപ്പെടുന്നത് വരെ അല്ലാഹു തആല നൽകിക്കൊണ്ടിരിക്കും. മതി, എനിക്ക് തൃപ്തിയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ അപ്പോഴാണോ പറയുന്നത് അതുവരെ റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, അല്ലാഹു തആല നൽകും. ഇവിടെ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, യുർദീഹി ബിൽ ഫുൽകി ഫി ദുനിയ വസ്സവാബി ഫിൽ ആഖിറ. ദുനിയാവിൽ വലിയ വിജയങ്ങൾ കൊണ്ട് അല്ലാഹു തആല റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തും. ആഖിറത്തിലേക്ക് മാത്രം ബന്ധപ്പെട്ടതല്ല, ദുനിയാവിലും റസൂലുള്ളാഹി തൃപ്തിപ്പെടുന്നത് വരെ റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകും. വസ്സവാബി ഫിൽ ആഖിറ, ആഖിറത്തിൽ വലിയ സവാബ് നൽകിക്കൊണ്ടും അല്ലാഹു തആല റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തും. മറ്റൊന്ന്
യുഅ്തീഹിൽ ഹൗള വശഫാഅത. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകും എന്ന് പറഞ്ഞാൽ ഹൗലുൽ കൗസറിനെയും ആ ശഫാഅത്തും മറ്റൊരാൾക്ക് റസൂലുള്ളാഹി തങ്ങൾ നരകത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാനുള്ള ഒരു ശുപാർശകനായി ആ ശുപാർശയെ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നൽകും. അതുകൊണ്ട് തന്നെ ചില മഹാന്മാര് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൈസ ആയത്തുൻ ഫിൽ ഖുർആനി അർജാ മിൻഹാ. റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ വരുന്ന റസൂലുള്ളാഹിന്റെ ആലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ കുടുംബം, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടികളായ റസൂലുള്ളാഹിന്റെ കുടുംബം, തങ്ങന്മാർ, അവർ പല മഹാന്മാരും പറഞ്ഞു ഖുർആനിലുള്ള ഈ ഒരു ആയത്ത് വല്ലാതെ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ പരമ്പരയിൽ പെട്ടവരല്ലേ, നമ്മളൊന്നും നരകത്തിൽ കടക്കൂല, നരകത്തിൽ കടക്കുന്ന റസൂലുള്ളാഹിക്ക് ഇഷ്ടമുണ്ടാവൂല. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ആ വൃത്തിക്കനുസരിച്ച് അല്ലാഹു തആല കാര്യങ്ങൾ ചെയ്യുമല്ലോ. അതാണ് പറഞ്ഞത് ലൈസ ആയത്തുൻ ഫിൽ ഖുർആനി അർജാ മിൻഹാ. ഇത് വല്ലാത്ത ആശ്വാസം നൽകുന്ന ഒരു ആയത്താണ്. വലാ യർദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യദ്ഖുല അഹദുൻ മിൻ ഉമ്മത്തിഹി അന്നാർ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തീങ്ങളിൽ നിന്ന് ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നത് റസൂലുള്ളാഹിക്ക് ഒരിക്കലും തൃപ്തി ഉണ്ടാവൂല. വലസൂഫ യുഅ്തീക റബ്ബുക ഫതല്ലാ. നബിയെ, അങ്ങേക്ക് അല്ലാഹു തആല നൽകും, നിശ്ചയം നൽകും, അങ്ങ് അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യും നബിയെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം വരെ, ഇഷ്ടപ്പെടുന്നത് വരെ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹു തആല നൽകുകയാണ്. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേക മഹത്വം, എല്ലാവർക്കും അത് നൽകൂല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ബഹുമാനാണ്. പിന്നെ പറയുന്ന ചില ബഹുമതികളുണ്ട്. അലം യജ്ദക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആഇലൻ ഫഅഗ്ന. നമുക്ക് വിനയായത് പലതും, നമുക്ക് ഒരു ഐബായത് ന്യൂനതകളായ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഡ്രസ്സാണ്, റസൂലുള്ളാഹിന്റെ അഡ്രസ്സായി നിൽക്കുക. യതീം, ളാല്, ആഇൽ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായി നുബുവത്ത് കൊണ്ട് പ്രത്യേകമായി അള്ളാഹു വെളിവാക്കുന്നതിന്റെ മുമ്പ്, അതിനെ അറിയിക്കുന്നതിന്റെ മുമ്പ് റസൂലുള്ളാഹിനെ പ്രത്യേകം സെലക്ട് ചെയ്ത് റസൂലുള്ളാഹിനെ പ്രത്യേകമായിട്ട് ഒരു വിളംബരം ചെയ്യുന്ന ഒരു സമയമുണ്ടല്ലോ 40-ാം വയസ്സിൽ നുബുവത്ത് കൊണ്ട്. അതിന്റെ മുമ്പ് തന്നെ റസൂലുള്ളാഹിന്റെ ആ കുട്ടിക്കാലത്ത് അല്ലാഹു തആല ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ നുബുവത്തിന്റെ ശേഷം നബിയെ പിന്നെ അങ്ങയെ എങ്ങനെയാണ് കൈവെടിയുക, അങ്ങയെ എങ്ങനെയാണ് ദേഷ്യം വെക്കുക എന്നാണ് അല്ലാഹു തആല ആ ആയത്തുകളിലൂടെ ചോദിക്കുന്നത്. റസൂലുള്ളാഹിന്റെ യതീം, ളാൽ, ആഇൽ, അനാഥൻ, പ്രാരാബ്ധകാരൻ, വഴിതെറ്റിയവൻ, വഴിതെറ്റി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ പിഴച്ചുപോയി എന്നുള്ള അർത്ഥമല്ല. ദിശ അറിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോയപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹുവിലേക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്തു? പ്രത്യേകമായി അല്ലാഹു തആല ഒരു അതിലേക്ക് അള്ളാഹുവിലേക്ക് റസൂലുള്ളാഹിനെ ചേർത്ത സംഭവം. അത് ഈ കാര്യങ്ങളാണ് അല്ലാഹു തആല അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായി നിഅമത്ത് ചെയ്തതാ. മാ അദ്ദഹുല്ലാഹു അലൈഹി മിൻ നിഅമിഹി വഖററഹു മിൻ ആലാഇഹി ഖിബ്ലഹു ഫീ ബഖിയത്തി സൂറ. അല്ലാഹു തആല
പിന്നീട് എണ്ണുന്ന 3 കാര്യങ്ങൾ, അത് ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ അനുഗ്രഹവും പ്രത്യേകമായ ഒരു ബഹുമാനവുമാണ് ഈ 3 ആയത്തുകൾ സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണത്? ഏതൊക്കെ? അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളല്ലൻ ഫഹദാ വവജദക ആഇലൻ ഫഅഗ്നാ. അലം യജിദ്ക യതീമൻ, നബിയെ അങ്ങയെ അനാഥനായിട്ട് എത്തിച്ചില്ലയോ? ഫആവാ, എന്നിട്ട് അവൻ അഭയം നൽകുകയും ചെയ്തില്ലയോ? അഭയം നൽകുകയും ചെയ്തില്ലയോ? അല്ലാഹു തആലയാണ്. കാരണം റസൂലുള്ളാഹിനെ ആ സന്ദർഭത്തിൽ ഓരോ ആളുകൾ വളർത്തുമ്പോഴും അവരൊക്കെ അല്ലാഹു തആല കൊണ്ടുപോയി പിന്നെ സംരക്ഷണം നൽകിയത് അല്ലാഹു ആണ്. അലം യജിദ്ക യതീമൻ, അനാഥനായ നിലയ്ക്ക് നബിയെ അങ്ങയെ എത്തിക്കുകയും എന്നിട്ട് ആ അല്ലാഹു ഏറ്റെടുക്കുകയും ചെയ്തില്ലയോ? വവജദക ളല്ലൻ ഫഹദാ, വഴി തെറ്റി റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്തു? പ്രയാസപ്പെട്ടപ്പോൾ അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായി അല്ലാഹുവിലേക്ക്, അല്ലാഹു തആലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർക്കുകയും ചെയ്തില്ലയോ എന്ന് പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു തആല ചോദിക്കുകയാണ്. നബിയെ അങ്ങ് പ്രാരാബ്ധക്കാരനായപ്പോ അങ്ങയെ അല്ലാഹു തആല ധന്യമാക്കുകയും ചെയ്തില്ലയോ? പ്രാരാബ്ധക്കാരനായപ്പോ, വലിയ പ്രാരാബ്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എത്തിയപ്പോ അല്ലാഹു തആല അങ്ങയെ ധന്യമാക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ നിലക്കും അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അതാ വലാ മാല ലഹു ഫഅഗ്നാഹു ബിമാ ആതാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്പാദ്യങ്ങളൊന്നും മുതലുകളൊന്നും ഉണ്ടായിരുന്നില്ല. വലാ മാല ലഹു, റസൂലുള്ളാഹിക്ക് മുതലേ ഇല്ല. പക്ഷേ ഫഅഗ്നാഹു ബിമാ ആതാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയത് കൊണ്ട് റസൂലുള്ളാഹിനെ ഐശ്വര്യമാക്കി. അങ്ങനെ ഒരു അർത്ഥം. അതുപോലെ തന്നെ വബിമാ ജഅലഹു ഫീ ഖൽബിഹി മിനൽ ഖനാഅത്തി വൽ ഇനാ, അല്ലെങ്കിൽ റസൂലുള്ളാഹിക്ക് സമ്പാദ്യങ്ങളൊന്നും ഇല്ലെങ്കിലും റസൂലുള്ളാഹിന്റെ ഹൃദയത്തിൽ പ്രത്യേകമായ ഖനാഅത്ത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ആ മഹത്വം, ആ പദവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. അതുപോലെ തന്നെ ഹിദായത്തിഹി ഇലാ മാ ഹദാഹു ലഹു ഔ ഹിദായത്തിൻ നാസി ബിഹി, അല്ലാഹു തആല പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹുവിലേക്ക് ചേർക്കുകയും അല്ലാഹു തആല ഹിദായത്താക്കിയ ഒന്നിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ചേർക്കുകയും ആ നബിയെ കൊണ്ട് ജനങ്ങളെ അല്ലാഹു തആല സന്മാർഗത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. പിന്നെയോ അതുപോലെ തന്നെ യതീമായിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരൻ റസൂലുള്ളാഹിനെ ഏറ്റെടുത്തു വളർത്തി. അതുപോലെ അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായ അഭയം നൽകി. എന്നിട്ട് പറയാണ്, അപ്പൊ റസൂലുള്ളാഹി ഈ പറഞ്ഞ ആയത്തുകൾ ലം യുഹ്മിൽഹു ഫീ ഹാലി സിഗ്രിഹി വഅലിയതിഹി വയുത്മിഹി വഖബ്ല മഅരിഫതിഹി വലാ വദ്ദഅഹു വലാ ഖലാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചെറുപ്പ സമയത്ത്, അതുപോലെ തന്നെ ആ പ്രാരാബ്ധ സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ആ അനാഥ സമയം റസൂലുള്ളാഹിന്റെ ഉമ്മയും ഉപ്പയും ഒക്കെ മരണപ്പെട്ട അനാഥത്വ സമയത്തിൽ അല്ലാഹു തആല റസൂലുള്ളാഹിനെ ഒന്നും തന്നെ മുടക്കിക്കളഞ്ഞിട്ടില്ല. എല്ലാം അല്ലാഹു തആല ഏറ്റെടുത്തു. റസൂലുള്ളാഹി തങ്ങളെ കൈവെടിഞ്ഞില്ല, റസൂലുള്ളാഹിനെ ദേഷ്യം വെച്ചില്ല. പിന്നെയോ ഫകൈഫ ബഅദ ഇഖ്തിസാസിഹി വ ഇസ്തിഫാഹിഹി, പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ പ്രത്യേകമായി സെലക്ട് ചെയ്തതിന് ശേഷവും റസൂലുള്ളാഹിനെ തെരഞ്ഞെടുത്തതിന് ശേഷവും എങ്ങനെയാണ് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒഴിവാക്കുക? മാ വദ്ദഅക വമാ ഖലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല കൈവെടിയുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ദേഷ്യം വെച്ചിട്ടുമില്ല എന്ന് അല്ലാഹു തആല പറയാണ്. പിന്നെ ആറാമത്തെ കാര്യം, അതിൻ്റെ ഇടയിൽ റസൂലുള്ളാഹി പ്രാരാബ്ധക്കാരനായി, അതുപോലെ തന്നെ യത്തീമായപ്പോൾ യത്തീം മക്കൾക്കൊക്കെ ഒരു പ്രത്യേകമായ ബഹുമാനം അല്ലാഹു തആല കൊടുക്കുകയാണ്. പിന്നുള്ള ആയത്ത് റസൂലുള്ള യത്തീമായതല്ല, അപ്പോൾ യത്തീങ്ങൾക്ക് പ്രത്യേക ബഹുമാനം. റസൂലുള്ള പ്രാരാബ്ധക്കാരനായില്ലേ, അവ ചോദിച്ചു വരുന്ന ആളുകൾക്ക് അവരെ എന്ത് ചെയ്യാൻ പാടില്ല, അധികാരം പ്രവർത്തിച്ച് അവരെ ആറ്റിയോടിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറയാണ്. അതിൻ്റെ ഇടയിൽ അല്ലാഹു തആല അതുകൊണ്ട് വിവരിച്ചതാ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അപ്പോ യതീമിനെ ഫലാ തഖ്ഹർ, ശക്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്തരുത്, ശക്തി ഉപയോഗിച്ച് യതീമിനെ കീഴ്പ്പെടുത്തരുത്. അതുപോലെ തന്നെ വഅമ്മ സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ അവനെ ആട്ടിയോടിക്കുകയും ചെയ്യരുത് എന്ന് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്ത് പ്രത്യേക ഒരു ബഹുമാനം യതീമക്കൾക്ക് കൊടുത്ത്, യതീമക്കൾക്ക് കൊടുത്ത്. പിന്നെയോ ആറാമത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനാണ്. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, അമറഹു ബിഇദ്ഹാരി നിഅമതിഹി അലൈഹി വശുക്രി മാ ശറഫഹു ബിഹി ബിനശ്രിഹി വഇശാറത്തി ദിക്രിഹി. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ അല്ലാഹു നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹത്തെ നിങ്ങൾ പരസ്യം ചെയ്യണം, നിങ്ങൾ പ്രകടമാക്കണം എന്ന് അല്ലാഹു തആല നബിതങ്ങളോട് കൽപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല ഏത് കാര്യം കൊണ്ടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വലിയ മഹത്വവും ഖബറും നൽകിയത്, അതിനെ ശുക്ർ ചെയ്യണം എന്ന് അല്ലാഹു തആല പറയാൻ. അതുപോലെ തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ആ ബഹുമാനത്തെ ഒന്നുകൂടെ വിവരിക്കുകയുമാണ്. വലിയ നിഅമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്തില്ലേ, അതാണ് വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. അപ്പൊ നിഅമത്തിന്റെ ശുക്രിൽപ്പെട്ടതാണ് ഫഇന്ന മിൻ ശുക്രി നിഅമ, ഒരു നിഅമത്തിന്റെ ശുക്രിൽപ്പെട്ടതാണ് അത്തഹദ്ദുസ് ബിഹാ, അതുകൊണ്ട് സംസാരിക്കുക, നിഅമത്ത് കൊണ്ട് സംസാരിക്കുക എന്നത് അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിഅമത്താണ് എന്ന നിലക്ക് അതുകൊണ്ട് എന്ത് ചെയ്യുക, സംസാരിക്കുക. വഹാദാ ഖാസുൻ ലഹു ആമുൻ ലിഉമ്മത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകമായും അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് ആമ്മായും റസൂലുള്ളാഹിക്ക് ഓരോ നിഅമത്തുകൾ. അതുകൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, റസൂൽ എന്ത് ചെയ്യും, പറയും റസൂലുള്ളാഹിക്ക് നൽകിയ ഏത് ആ നിഅമത്തുകൾ.
പിന്നെ അത് ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദീസ്. ഫഅമ്മാ ബിനിഅമത്തി റബ്ബിക, അങ്ങയുടെ റബ്ബിന്റെ നിഅമത്ത് കൊണ്ട് ഫഹദീസ്, നബിയേ അങ്ങ് പറയണം നബിയേ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മഹത്വം, ആ ബഹുമാനം, അല്ലാഹു തആല നൽകിയ ആ ബഹുമാനവും ആ സ്ഥാനവും ഒക്കെ ഈ 6 വുജൂഹുകളിലൂടെ അല്ലാഹു തആല ഈ പറഞ്ഞ സൂറത്തിലൂടെ അല്ലാഹു തആല ബോധ്യപ്പെടുത്തുകയാണ്. അപ്പം എങ്ങനെ ബോധിക്കാൻ? വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാലിമൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സ്സായില ഫലാ തൻഹർ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. ഈ 6 കാര്യങ്ങൾ പ്രത്യേകം ചെയ്യാം. നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കുക, കൂടുതലായി പഠിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് അല്ലാഹു തആല നമുക്കൊക്കെ അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് ധാരാളം അവിടുത്തെ മഹത്വങ്ങൾ, അവിടുത്തെ ബഹുമാനങ്ങൾ അത് മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇത് മഹാനായ ഇമാം ഖാദി ഇയാദ് രചിച്ച അശ്ശിഫാ ബിതഅരീഫി ഹുഖൂഖിൽ മുസ്തഫ എന്ന പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. ഇത് 2 ജുസ്ഉകളാണ് ഇതിനുള്ളത്. അവർ റസൂലുള്ളാഹിന്റെ എല്ലാ പല മഹത്വങ്ങളും ഇതിൽ ഒരുപാട് സൂറത്തുകളും ആയത്തുകളൊക്കെ വെച്ച് അതിൻ്റെ തെളിവോടുകൂടെ സമർപ്പിക്കുന്നു. അങ്ങനെ ഇമാമിയങ്ങളൊക്കെ വലിയ വലിയ മൗലിദുകളും ഗ്രന്ഥങ്ങളും രചിച്ചു. 1000ഓളം മൗലിദ് കിതാബുകൾ അതിൻ്റെ PDF ആണെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടും. വലിയ ഇമാമുകൾ എഴുതിയ ധാരാളം റസൂലുള്ളാഹിന്റെ മൗലിദുകൾ, മംറൂസ് മൗലിദും ബർസഞ്ച് മൗലിദും ഷറഫുൽ അനാം മൗലിദും ഒക്കെ നമ്മളെ മൗലിദ് കിതാബിലുള്ളെങ്കിലും അതല്ലാതെ ഇമാം ഇബ്നു ഹജർ തങ്ങൾ എഴുതിയ മൗലിദ് കിതാബ്, അങ്ങനെ ധാരാളം ഉലമാക്കൾ എഴുതിയ മൗലിദ് കിതാബുകൾ ധാരാളം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയാതെയും നബിതങ്ങളെക്കുറിച്ച് ഓർക്കാതെയും രക്ഷപ്പെടാൻ കഴിയൂല. റസൂലുള്ളാഹിന്റെ ശഫാഅത്തില്ലാതെ വന്നങ്ങോട്ട് അനങ്ങാൻ കഴിയൂല. റസൂലുള്ളാഹിന്റെ ആ ഉമ്മത്തീങ്ങളിൽ, യഥാർത്ഥ ഉമ്മത്തീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല പ്രത്യേകമായി ആ നബിതങ്ങളുടെ ആ ശഫാഅത്ത് അല്ലാഹു നൽകട്ടെ. നമ്മൾ നേരത്തെ വിവരിച്ചപ്പോൾ പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഉമ്മത്തീങ്ങളിൽ നിന്നും ഒരാളും നരകത്തിൽ കടക്കുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ല. ഈ ഹദീസിനെ, ഈ പറഞ്ഞ ആയത്ത് വിവരിക്കുമ്പോൾ പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. എന്ത് ഹദീസുകളിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് നബിതങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ നിന്ന് പലരും നരകത്തിൽ കടക്കുകയും നരകത്തിൽ കടക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ തെറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ എന്ത് ചെയ്യും? നരകത്തിൽ കടക്കും. ളാഹിറുൽ ആയ മഅ ആദിഹിൽ മുഖദ്ദിമത്തി യദില്ലു അലാ അന്ന അഹദൻ മിൻ ഉമ്മത്തിഹി ലാ യദ്ഖുലുന്നാർ. ഈ പറഞ്ഞ ആയത്തിന്റെ ബാഹ്യാർത്ഥം മുമ്പ് പറഞ്ഞ ആശയങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല എല്ലാം നൽകും,
നബി തങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യുന്ന. അപ്പം അതിനെ മഹാന്മാർ വിവരിച്ചപ്പോൾ പറഞ്ഞു, ലാ യർലാ റസൂലുള്ള ഉമ്മത്തീങ്ങളിൽ നിന്ന് ഒരാളും നരകത്തിൽ കടക്കുന്നത് തൃപ്തിപ്പെടുന്നില്ല. ഒരാളും നരകത്തിൽ കടക്കുന്നത് തൃപ്തിപ്പെടുന്നില്ല എന്ന ആ പറഞ്ഞ മഹാന്മാർ പറഞ്ഞ ഉദ്ധരണികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തു വരണം? ഉമ്മത്തീങ്ങളിൽ നിന്ന് ഒരാൾ നരകത്തിൽ പോകൂലാന്ന് വരണം. എന്നാൽ ഇവിടെ ഹദീസൊക്കെ സ്ഥിരപ്പെട്ടതാണല്ലോ, പല ഉമ്മത്തീങ്ങളെയും പലരും തെറ്റ് ചെയ്തവരൊക്കെ നരകത്തിൽ കടക്കും എന്ന്. അപ്പോൾ അല്ലാഹു തആല നൽകും എന്ന് പറഞ്ഞ കാര്യം, ആ വാഗ്ദത്തം ചെയ്ത കാര്യം ഉണ്ടല്ലോ, അത് ഏതിന് ശേഷാവാ? ഒരാളും നരകത്തിൽ കടക്കൂല എന്ന് പറഞ്ഞത് പറയണമെങ്കിൽ എന്താകണം? ഈ വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യം. വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എല്ലാം കൊടുക്കും എന്ന് പറഞ്ഞല്ലോ, എല്ലാം കൊടുക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞത് എപ്പോഴാകണം? ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട കാര്യം അത് നടക്കുന്നത് ഉമ്മത്തീങ്ങളിൽ നിന്നും ഒരാളും നരകത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് ആ വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ആ കൊടുതി എന്ന സംഭവം സംഭവിക്കുമ്പോഴാണ്. ഇപ്പോൾ എന്ത് ചെയ്യാം? അല്ലാഹു തആല എല്ലാം കൊടുക്കുന്ന ആ സന്ദർഭം നേരെ നരകത്തിലേക്ക് ഉമ്മത്തീങ്ങളെ ഉസാത്തീങ്ങളായ ദോഷികളായ ഉമ്മത്തിനെ നരകത്തിൽ കടത്തിയതിന് ശേഷം നബിയെ അങ്ങക്ക് എല്ലാം തരാം, അങ്ങ് തൃപ്തിപ്പെടുന്നത് വരെ എന്ന് പറയാനുള്ള അധികാരം അല്ലാഹുണ്ടല്ലോ, അതങ്ങനെയാവാം. അപ്പോൾ എന്ത് ചെയ്യും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ആ ഉസാത്തായ ആ ദോഷികളായ ആളെ അവർക്കുള്ള ശഫാഅത്തിനുള്ള അധികാരമല്ലേ കൊടുക്കുന്നത്, അപ്പം അവരെ കൂടി എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അപ്പം അവർ നരകത്തിൽ കടന്നതിനൊക്കെ ശേഷമായിരിക്കും ആ ശഫാഅത്തും ആ മഖാമുൽ മഹ്മൂദൊക്കെ അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്? കൊടുക്കുന്നത് എന്ന് ദലീലുകൾ, തെളിവുകൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എങ്ങനെ നൽകിയാൽ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കൊണ്ട് ചെയ്യും? റസൂലുള്ളാഹി തങ്ങൾ അവരെ രക്ഷപ്പെടുത്തും. അല്ലാഹു തആല ആ നബി തങ്ങളുടെ ശഫാഅത്ത് പ്രത്യേകമായിട്ട് അല്ലാഹു തആല നൽകും.